പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇത് ദുബായിലെ ദേറ എന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നും ബോട്ട് മാർഗം ദേറയിലേക്ക് പോവാം. ദേറയിലാണ് ഗോൾഡ് സൂക്കും സ്പൈസ് സൂക്കും മറ്റ് ഒരുപാട് സൂക്കുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ബോട്ടിംഗ് അനുഭവം തരുന്നുണ്ട്. കുറച്ച് നേരത്തെ മാത്രമേ യാത്ര അക്കരയ്ക്കുള്ളൂ. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും യാത്രയ്ക്ക്. എല്ലാ ബോട്ടുകളിലും ദുബായിയുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ അക്കരയും ഇക്കരയും പോകുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണിത്. എൻ്റെ മുൻ വീഡിയോയിൽ ഇതിലേക്ക് ഉള്ള ഒരു ബോട്ട് സഞ്ചാരം ഞാൻ നടത്തിയിട്ടുണ്ട്. അത് മുൻപുള്ളൊരു വീഡിയോയിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ വന്നപ്പോൾ പുതിയതായിട്ട് എടുത്ത ഒരു വീഡിയോയാണ്. അങ്ങനെ പാറിപ്പറക്കുന്ന UAE പതാകയും ഇവിടുത്തെ യാത്രക്കാരും ഒരു വലിയ ദൃശ്യഭംഗി തന്നെ നൽകുന്നുണ്ട്. ഞാൻ അവിടെ നിന്നും ദുബായിൽ തന്നെ സൂക്കിലേക്ക് ചെറിയ ഒരു സഞ്ചാരം നടത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നീ കാണിക്കുന്നത്. ഇതൊരു സൂക്കാണ്. സൂക്കെന്ന് പറയുമ്പോൾ കമ്പോളം, മാർക്കറ്റ് എന്നെല്ലാം പറയാം. വസ്ത്രങ്ങളുടെയും എണ്ണഞ്ചിപ്പിക്കുന്ന വിവിധതരം വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളായ മസാലകൾ, പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ പാത്രങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടം, വളരെ രസകരമായി ലൈറ്റപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ വിൽപ്പനക്കാർ കൂടുതലും പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ഇസ്രായേൽ, ജോർദാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള കച്ചവടക്കാരാണ്. പണ്ട് മുതലേ വ്യാപാര രംഗത്ത് പേര് കേട്ടതാണ് അറബി വ്യാപാരം. പണ്ട് തന്നെ ബദുക്കൾ എന്നറിയപ്പെടുന്ന ഇവർ ഇന്ത്യയിലേക്കും കച്ചവട ബന്ധം നടത്തിയിരുന്നു. വളരെ ദീർഘമായ യാത്ര ആയിരുന്നു ഇവരുടെ. സിൽക്ക് റൂട്ട് ആണ് അറിയപ്പെടുന്നത്. അതിപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ വളരെ കഠിനമായ യാത്രയായിരുന്നു. വളരെ ദുരനുഭവങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് യാത്രയിൽ. ചെങ്കുത്തായ മലകളും മരുഭൂമികളും സഞ്ചരിച്ച് അവർ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ അങ്ങനെ പല ദേശങ്ങളിലേക്കും യാത്ര ചെയ്ത് കച്ചവടം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. നല്ലൊരു സംസ്കാരം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ജനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വളരെ പ്രധാനമാണ്. ഇവിടെയുള്ള ഓരോ വസ്ത്രങ്ങളും വളരെ ക്വാളിറ്റി ഉള്ള വസ്തുക്കളാണ്. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഊത് പോലുള്ള വസ്തുക്കൾ, മസാലകൾ, വിവിധതരം അറബിക് മസാലകൾ എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നു. ട്രഡീഷണലായ വസ്ത്രങ്ങളും മറ്റ് നാട്ടുകാർക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. വളരെ നല്ല മസാല കൂട്ടുകൾ തന്നെ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. വളരെ ഭംഗിയാണ് ഈ പ്രദേശം കാണുവാൻ. ഇതൊരു വൈകുന്നേരത്തെ ചിത്രീകരണമാണ്. വിദേശികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗങ്ങളിലേക്ക്. എല്ലാ രീതിയിലുള്ള നട്ട്സും മറ്റ് വിഭവങ്ങളും
ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നു. വസ്ത്രം കൊണ്ട് വലിയ തന്നെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വലിയൊരു സ്റ്റാള് തന്നെ ഇവിടെ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് ദൂരം സഞ്ചരിച്ച് ഇവയെല്ലാം കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ഉണ്ടായാൽ വളരെ നല്ലൊരു അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നൽകി സഹായിക്കുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.